ഇന്നത്തെ വീഡിയോ 2024 അതായത് ഈ ഒരു വർഷം ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്ന കുറച്ച് ബൈക്സിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. ബൈക്ക് മാത്രമല്ല സ്കൂട്ടേഴ്സും ഒരുപാട് വരാനുണ്ട്. അപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ മാക്സിമം ലോഞ്ച് കൺഫേം ആയിട്ടുള്ള മോഡലിനെ കുറിച്ച് മാത്രമാണ് പറയാൻ പോകുന്നത്. വീഡിയോയിലൊക്കെ കിടക്കുന്നതിന് മുമ്പ് മാക്സിമം നിങ്ങളൊന്ന് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിടുക. ഫസ്റ്റത്തെ മോഡൽ ഹീറോൻ്റെ ഒരു സ്കൂട്ടറാണ്. ഹീറോൻ്റെ സൂമിൻ്റെ ഒരു 125cc മോഡലാണ് ഇനി വരാൻ പോകുന്നത്. ഹീറോൻ്റെ ഭാഗത്ത് നിന്ന് അടുത്തതായിട്ട് വരാൻ പോകുന്ന ഒഫീഷ്യലി കൺഫേം ആയിട്ടുള്ള ഒരു സ്കൂട്ടറാണ് ഹീറോൻ്റെ സൂമിൻ്റെ 125cc മോഡൽ. ഈ സ്കൂട്ടേഴ്സ് ഇപ്പോൾ അവർ ഷോക്കേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് നാളായി. ഇതിപ്പോൾ നിലവിൽ സൂമിൻ്റെ 110cc ആണുള്ളത്. അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡലാണ് വരാൻ പോകുന്നത്. എഞ്ചിനൊക്കെ വരുന്നത് 124cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾ എഞ്ചിനാണ്. മാക്സിമം പവർ 9.5 bhp ആണ്. മാക്സിമം ടോർക്ക് 10.14 Nm ആണ്. ഡിസൈനൊക്കെ നമ്മൾ സൂമിൻ്റെ 110cc മോഡലിൻ്റെ ഏകദേശം അതേ ഒരു ഡിസൈൻ തന്നെയാണ്. ഫുള്ളി LED ലൈറ്റിലാണ് ഈ ഒരു മോഡൽ വരുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടെയിൽ സെക്ഷനും ഇൻഡിക്കേറ്ററൊക്കെ LED ആയിരിക്കും. പിന്നെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പി ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. പിന്നെ ടയർസൊക്കെ നമ്മൾ അലോവീൽ ടയറാണ്, ട്യൂബ്ലെസ് ടയറാണ്. ഹീറോൻ്റെ സൂമിൻ്റെ 125R ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മാർച്ച് ലാസ്റ്റോ അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്കും ആയിരിക്കും. രണ്ടാമത്തെ മോഡൽ സുസുക്കിയുടെ ഭാഗത്തു നിന്നാണ്. സുസുക്കിയുടെ V-Stormൻ്റെ 800 മോഡലാണ് ഇനി വരാൻ പോകുന്നത്. സുസുക്കിൻ്റെ ഭാഗത്തു നിന്ന് ഒഫീഷ്യലി ലോഞ്ച് കൺഫേം ആയിട്ടുള്ള മോഡലാണ് സുസുക്കിയുടെ V-Storm 800. ഈ ഒരു മോഡലിന് അവർ ഓട്ടോ എക്സ്പോയിലൊക്കെ അൺവെയിൽ ചെയ്തിട്ടുള്ള മോഡലാണ്. ഇതൊരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെന്റിൽ വരുന്ന ബൈക്കാണ്. എഞ്ചിൻ്റെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ 776cc 2 സിലിണ്ടർ 4 സ്റ്റോക്ക് DOC ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വരുന്നത്. ഏകദേശം 84 bhp പവറും 73 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ഡുവൽ ചാനൽ ABSും വിത്ത് സ്ലിപ്പർ ക്ലച്ചും അവൈലബിൾ ആണ്. ഇതുകൂടാണ്ട് 3 റൈഡിംഗ് മോഡ്സ് ഉണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോളും ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളും ഈ ഒരു ബൈക്കിന് വരുന്നുണ്ട്. സുസുക്കിയുടെ V-Storm 800DEൻ്റെ ലോഞ്ച് വരുന്നത് മാർച്ച് ലാസ്റ്റോ അല്ലെങ്കിൽ ഏപ്രിലിലെ ലാസ്റ്റോ ആയിരിക്കും. മൂന്നാമത്തെ മോഡൽ യമഹയുടെ ഭാഗത്തു നിന്നാണ്. യമഹയുടെ ഒരു സ്കൂട്ടറാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ പേര് വരുന്നത് NMAX 155 ആണ്. യമഹയുടെ എയറോക്സ് പോലെ തന്നെ ഒരു മാക്സി സ്കൂട്ടറാണ് ഈ ഒരു NMAX എന്ന് പറയുന്നത്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ എഞ്ചിനൊക്കെ വരുന്നത് 155cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ലിക്വിഡ് കൂൾ ആയിട്ടുള്ളൊരു SOC എഞ്ചിനാണ്. മാക്സിമം പവർ 15 bhp, മാക്സിമം ടോർക്ക് 14.4 Nm ആണ്. ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. പിന്നെ ഷോക്കൊക്കെ ഫ്രണ്ടിൽ ടെലിസ്കോപ്പി ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. 127 കിലോഗ്രാമാണ് വെയിറ്റ് വരുന്നത്. ടാങ്ക് റേഞ്ച് 6 ലിറ്റർ ആണ്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ലോഞ്ച് ഡേറ്റ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു വർഷം തന്നെ ലോഞ്ച് കാണുന്നതായിരിക്കും. നാലാമത്തെ മോഡൽ നമ്മൾ എൻഫീൽഡിൻ്റെ ഭാഗത്തു നിന്നാണ്. എൻഫീൽഡിൻ്റെ ഒരു ബോബർ മോട്ടോർ സൈക്കിൾ അടുത്തതായിട്ട് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ടെസ്റ്റിങ്ങിൻ്റെ ഫോട്ടോസൊക്കെ ലീക്ക് ആയിട്ടുണ്ട്. ഇതൊരു ബോബർ മോട്ടോർ സൈക്കിളാണെന്ന് ഏകദേശം കൺഫേംഡ് ആണ്. ഇന്ത്യയിലെ ബോബർ മോട്ടോർ സൈക്കിൾ അത്ര ഒരു പ്രാധാന്യമുള്ളൊരു സെഗ്മെൻ്റ് അല്ല. കാരണം ഇപ്പോൾ നിലവിലുള്ളത് നമ്മുടെ ജാവയുടെ 42 ബോബറാണ്. പിന്നെ ഹാർലി ഡേവിഡ്സൻ്റെ കുറച്ച് മോഡലാണുള്ളത്. എന്നാൽ കുറച്ച് മോഡൽ ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് എൻകോറേസും ഈ ഒരു ബോബർ മോട്ടോർ സൈക്കിൾ വരുന്നുണ്ട്. അത് കണക്കിലെടുത്താണ് എൻഫീൽഡിൻ്റെ ഒരു ക്ലാസിക് മോഡേൺ ടൈപ്പിലുള്ളൊരു ബോബർ മോട്ടോർ സൈക്കിൾ അവർ കൊണ്ടുവരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിനൊക്കെ വരാൻ പോകുന്നത് നമ്മുടെ 100 350ലും മെറ്റ് 350ലും പിന്നെ പുതിയ ബുള്ളറ്റിലും കണ്ടിട്ടുള്ള J പ്ലാറ്റ്ഫോമിൽ വരുന്ന എഞ്ചിനാണ്. ഒരു 350cc സിംഗിൾ സിലിണ്ടർ ഓയിൽ കൂൾ എഞ്ചിനാണ് വരാൻ പോകുന്നത്. ഫ്രണ്ടിൽ UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്ക് ആയിരിക്കും. ബ്രേക്സിൻ്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ഉണ്ടാവും. പിന്നെ ഫുള്ളി LED ലൈറ്റിലാണ് ഈ ഒരു ബൈക്കും വരാൻ പോകുന്നത്. ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റും ബാക്കിലെ ടെയിൽ സെക്ഷനൊക്കെ ഫുള്ളി LED ആയിരിക്കും. ഈ ഒരു ബൈക്കിൻ്റെ ലോഞ്ച് ഇപ്പം എക്സ്പെക്ട് ചെയ്യുന്നത് ഈ വർഷം ജൂൺ ടു ജൂലൈയിലാണ്. അഞ്ചാമത്തെ മോഡൽ ഹീറോ മോട്ടോകോപ്പിൻ്റെ ഭാഗത്തു നിന്നാണ്. ഹീറോൻ്റെ ഒരു അഡ്വഞ്ചർ സ്കൂട്ടർ ഇനി വരാൻ പോകുന്നുണ്ട്. നിലവിൽ 2 സ്കൂട്ടറാണ് വരാനുള്ളത്. ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ സൂമിൻ്റെ 125cc മോഡലും പിന്നെ ഒന്ന് അഡ്വഞ്ചർ സ്കൂട്ടറാണ്. ഈ ഒരു സ്കൂട്ടർ ഒഫീഷ്യലി കൺഫേംഡ് ആണ്. കാരണം എക്മ മോട്ടോർ ഷോയിലൊക്കെ ഈ ഒരു സ്കൂട്ടർ അവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ഡിസൈൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും ഇതൊരു പക്ക ഒരു അഡ്വഞ്ചർ സ്കൂട്ടറാണ്. നല്ല ട്രാവലുള്ള ടെലിസ്കോപ്പി ഫോർക്ക് വരുന്നുണ്ട്. ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. പിന്നെ ഫ്രണ്ടിലെ ഡിസൈൻ നോക്കുവാണെങ്കിൽ ബെയറിംഗ് ബേക്കൊക്കെ കുറച്ച് ഹൈറ്റിലാണ് അവർ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഫ്രണ്ടിൽ ഒരു പ്രൊജക്ടർ LED ഹെഡ് ലാമ്പും ബാക്കിലെ ടെയിൽ സെക്ഷനും LED ആണ്. പിന്നെ ഫ്രണ്ടിൽ വലിയൊരു വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹാൻഡിൽ ബാർക്ക് ക്ലിപ്പ് ഓൺ ഹാൻഡിലാണ്. ഇനി എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 155cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. ഹീറോൻ്റെ കരീസ്മ XMRന് ശേഷം ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്ന ഒരു സ്കൂട്ടറാണിത്. ഏകദേശം പവർ വരുന്നത് 12 bhp, മാക്സിമം ടോർക്ക് 11 Nm ആണ്. പിന്നെ അഡീഷണൽ ആയിട്ട് ഒരുപാട് ഫീച്ചേഴ്സും ഈ ഒരു മോഡലിന് വരുന്നുണ്ട്. ഫുള്ളി ഡിജിറ്റൽ മീറ്റർ കൺസോളാണ്. അതിൽ 10x10 നാവിഗേഷൻ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഒക്കെ ഉണ്ട്. പിന്നെ അണ്ടർ സ്റ്റോറേജും പിന്നെ I3 ടെക്നോളജിയും പിന്നെ USB ചാർജിംഗ് പോർട്ടും ഈ ഒരു സ്കൂട്ടറിന് വരുന്നുണ്ട്. ഈ ഒരു സ്കൂട്ടർ എത്രയും പെട്ടെന്ന് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. ഒരുപക്ഷെ ഈ ഒരു മാസം തന്നെ ലോഞ്ച് നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 1,30,000 രൂപയാണ് എക്സ് ഷോറൂം പ്രൈസ്. ആറാമത്തെ മോഡൽ നമ്മളെ കവാസാക്കിയുടെ മോഡലാണ്. കവാസാക്കിയുടെ വേഴ്സസ് 300 ആണ് ഇനി വരാൻ പോകുന്ന മോഡൽ. ഈ ഒരു ബൈക്ക് കുറച്ച് വർഷം മുമ്പ് തന്നെ ഇന്ത്യൻ മാർക്കറ്റിൽ സെയിൽസ് നടത്തിയ മോഡലാണ്. സെയിൽസിൻ്റെ കുറച്ച് വർഷം കൊണ്ട് ഡിസ്കണ്ടിന്യൂ ചെയ്തു. എന്നാൽ വീണ്ടും ഈ ഒരു മോഡലിന് അവർ റീലോഞ്ച് ചെയ്യാൻ പോക്കാണ്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 296cc പാരലൽ ടിൻ സിലിണ്ടർ DOC 8 വാൽവ് വരുന്ന ഒരു ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 38 bhp പവറും 27 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഫ്രണ്ടിൽ UHT ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ബ്രേക്സിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ ഡുവൽ ചാനൽ ABS ഉണ്ട്.
ഡിസൈൻ വൈസ് നോക്കുവാണെങ്കിൽ ഇതൊരു പക്ക ഓഫ് റോഡ് ബൈക്ക് അല്ല, ഇതൊരു അഡ്വഞ്ചർ ടൂറർ സെഗ്മെൻറ്റിൽ വരുന്ന ബൈക്കാണ്. ലോങ് ഡ്രൈവിങ്ങിനും ഓഫ് റോഡിങ്ങിനും ഒരുപോലെ ഇമ്പോർട്ടൻസ് നൽകിയിട്ടാണ് കവാസാക്കി ഈ ഒരു ബൈക്കിനെ കൊണ്ടുവരുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ നമ്മുടെ നിഞ്ച 300ൽ ഉപയോഗിച്ചിട്ടുള്ള അതേ ഒരു എഞ്ചിനാണ്. ഇതൊരു 300cc ബൈക്ക് ആണെങ്കിലും ഈ ഒരു ബൈക്കിൻ്റെ പ്രൈസ് കുറച്ച് ഹൈ ലെവലാണ്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 4,80,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. അടുത്ത ബൈക്ക് നമ്മളെ ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ ഒരു CNG മോട്ടോർ സൈക്കിൾ അടുത്ത് തന്നെ ഇന്ത്യയിലേക്ക് വരാൻ പോകുന്നുണ്ട്. ഈ ഒരു CNG ബൈക്ക് എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ ഫസ്റ്റാണ്. വേൾഡിലെ തന്നെ ഫസ്റ്റ് CNG ബൈക്ക് നിർമ്മിക്കുന്ന ഒരു ബ്രാൻഡായിട്ട് ബജാജ് മാറാൻ പോക്കാണ്. ഈ ഒരു വർഷം തന്നെ അവർ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 3ഓളം ബൈക്കുകളാണ് അവർ പ്ലാൻ ചെയ്യുന്നത്. ഇതിലൊരു 125cc മോഡലും 160 മോഡലും 200cc മോഡലാണ് CNG ബൈക്കായിട്ട് അവർ കൊണ്ടുവരാൻ പോകുന്നത്. അതിൽ ഈ വർഷം വരാൻ പോകുന്നത് CNG മോഡലായിട്ടുള്ള 125cc ബൈക്കായിരിക്കും. ഈ ഒരു CNG ബൈക്കിൻ്റെ കാര്യം ഒഫീഷ്യലി കൺഫേംഡ് ആണ്. ലോകത്തിലെ തന്നെ ഫസ്റ്റ് CNG ബൈക്ക് നമ്മളെ ബജാജിൻ്റെ പേരിലായിരിക്കും ഇറങ്ങാൻ പോകുന്നത്. 8ാമത്തെ മോഡൽ നമ്മുടെ ഏതറിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഇന്ത്യയിലേക്ക് അടുത്ത് തന്നെ വരാൻ പോകുന്നുണ്ട്. ഏതറിൻ്റെ ഒരു ഫുള്ളി പാക്ഡ് ആയിട്ടുള്ള ഒരു ഫാമിലി സ്കൂട്ടറാണ് ഇനി വരാൻ പോകുന്നത്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ പേര് അവരിപ്പം കൊടുത്തിട്ടുള്ളത് ഏതർ റിക്ഷ എന്നാണ്. ഏതറിൻ്റെ CEO ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ലോഞ്ച് ഡേറ്റ് വന്നിട്ടുണ്ട്. ഏപ്രിൽ 6-ാം തീയതിയാണ് ഏതറിൻ്റെ പുതിയൊരു മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഏതറിൻ്റെ 450 വെച്ച് നോക്കുമ്പോൾ കുറച്ച് മാറ്റങ്ങളും അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഏതറിൻ്റെ 450നെക്കാട്ടി കുറച്ചും കൂടി ബൾക്കി ഫീലാണ് ഈ ഒരു സ്കൂട്ടർ വരുന്നത്. ഡിസൈൻ വൈസ് നോക്കിയാൽ തന്നെ മനസ്സിലാവും നമ്മുടെ TVSൻ്റെ IQ പോലെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ ബാറ്ററിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. പിന്നെ അഡീഷണൽ ആയിട്ട് നല്ലൊരു അണ്ടർ സീറ്റ് സ്റ്റോറേജ് ഉണ്ട്. പിന്നെ സ്മാർട്ട് ഫോൺ കണക്ടിവിറ്റി ഉണ്ട്, USB ചാർജിംഗ് പോർട്ട് ഉണ്ട്, പിന്നെ റൈഡിംഗ് മോഡ്സ് ഒക്കെ അവൈലബിൾ ആണ്, പിന്നെ ഫാസ്റ്റ് ചാർജിംഗ് ഉണ്ട്, നാവിഗേഷൻ ഉണ്ട്. ഈ ഒരു സ്കൂട്ടേഴ്സിൻ്റെ എക്സ്-ഷോറൂം പ്രൈസ് 1,25,000 രൂപയാണ്. 9ാമത്തെ ബൈക്ക് നമ്മുടെ എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് വരാൻ പോകുന്ന ഒരു ക്ലാസിക്കിൻ്റെ ഒരു 650cc മോഡലാണ്. ക്ലാസിക് 650 ആണ്. ഈ ഒരു 2024, 2025 അല്ലെങ്കിൽ 2026 തന്നെ ഏറ്റവും കൂടുതൽ ബൈക്ക് ഡെവലപ്പ് ചെയ്യാൻ പോകുന്നത് എൻഫീൽഡാണ്. എൻഫീൽഡിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം അവരൊരു പുതിയൊരു എഞ്ചിൻ ഉണ്ടാക്കും. ആ ഒരു എഞ്ചിനിൽ തന്നെ ഒരുപാട് ബൈക്കുകളാണ് അവർ നിർമ്മിക്കുന്നത്. ഇത് നമ്മുടെ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350 പോലെ തന്നെ എൻഫീൽഡിൻ്റെ ക്ലാസിക് 650 ആണ് അവർ കൊണ്ടുവരാൻ പോകുന്നത്. ഡിസൈൻ വൈസും കാര്യങ്ങളൊക്കെ നമ്മുടെ ക്ലാസിക് 350 പോലെ തന്നെയാണ്. പിന്നെ എഞ്ചിനിലാണ് മെയിനായിട്ട് മാറ്റം വരാൻ പോകുന്നത്. ഈ ഒരു ബൈക്കിൻ്റെ എഞ്ചിൻ ഓൾറെഡി എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഇൻ്റർസെപ്റ്ററിലും കോണ്ടിനെൻ്റൽ GT-ലും കണ്ടിട്ടുള്ള അതേ ഒരു 650cc പാരലൽ ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ്. ഈ ഒരു ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിംഗ് 2 ദിവസം മുമ്പ് തന്നെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോയും കിട്ടിയിട്ടുണ്ട്. ആ ഒരു ലീക്ക്ഡ് വീഡിയോസിൽ നമുക്ക് ഈ ഒരു ബൈക്കിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും. പിന്നെ സൗണ്ടും പുറത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് ഞാൻ ജസ്റ്റ് ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. ഫ്രണ്ടിൽ UHD ഫോർക്കും ബാക്കിൽ ഡബിൾ ടിൻ ഷോക്ക് വരുന്നുണ്ട്. ഈ ഒരു ബൈക്കിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് എക്സ്-ഷോറൂം പ്രൈസ് 3,30,000 രൂപയാണ്. പക്ഷേ ഈ ഒരു ബൈക്ക് ഈ ഒരു വർഷം ലോഞ്ച് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ചെറിയൊരു സംശയമാണ്. ചിലപ്പോൾ ലോഞ്ച് അടുത്ത വർഷത്തേക്ക് നീട്ടാൻ ചാൻസ് ഉണ്ട്. 10ാമത്തെ ബൈക്ക് ഈ ഒരു വീഡിയോയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാത്തിരിക്കുന്നൊരു ബൈക്കായിരിക്കും. നമ്മൾ ബജാജിൻ്റെ NS 400 ആണ് ഇനി വരാൻ പോകുന്ന ബൈക്ക്. ഒഫീഷ്യലി 100% കൺഫേംഡ് ആയിട്ടുള്ള ഒരു മോട്ടോർ സൈക്കിളാണ് നമ്മളെ ബജാജിൻ്റെ NS 400. ബജാജിൻ്റെ CEO ഒഫീഷ്യലായിട്ട് ഈ ഒരു കാര്യം അനൗൺസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അടുത്ത കിട്ടിയ റിപ്പോർട്ട് പ്രകാരം ബജാജിൻ്റെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ബൈക്കാണെന്നാണ് പറയുന്നത്. NS 400 വരുമ്പോൾ ഒരുപാട് മാറ്റങ്ങളും ഈ ഒരു ബൈക്കിൻ്റെ ഭാഗത്തുനിന്ന് വരാനുണ്ട്. NS സീരീസിൽ തന്നെ ഒരുപാട് ബൈക്കുണ്ട്. NS 125 ഉണ്ട്, NS 160 ഉണ്ട്, NS 200 ഉണ്ട്. ആ ഒരു NS സീരീസിൻ്റെ എല്ലാ മോഡലും സെയിം ഡിസൈനിലാണ് വരുന്നത്. എന്നാൽ പുതിയ NS 400 എൻ്റെ പുതിയൊരു ലുക്കിലായിരിക്കും വരാൻ പോകുന്നത്. എനിക്ക് ഒരു ബൈക്കിൻ്റെ പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തിലേക്ക് നോക്കുവാണെങ്കിൽ, എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ, ഒന്നുകിൽ നമ്മളെ ഡൊമിനർ 400 ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനോ അല്ലെങ്കിൽ നമ്മളെ പുതിയ KTMൻ്റെ ഡ്യൂക്ക് 399 ഉപയോഗിച്ചിട്ടുള്ള എഞ്ചിനോ ആയിരിക്കും. ഈ 2 എഞ്ചിൻ എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആണ്. നമ്മളെ ഡൊമിനർ 400നെക്കാട്ടും കുറച്ചും കൂടി പവറും ടോർക്കും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ആയിട്ടുള്ള എഞ്ചിൻ നമ്മളെ പുതിയ KTMൻ്റെ എഞ്ചിനാണ്. ആ ഒരു KTMൻ്റെ പുതിയ എഞ്ചിൻ തന്നെയായിരിക്കും ഈ ഒരു ബൈക്കിന് വരാൻ പോകുന്നതെന്നാണ് പറയുന്നത്. പിന്നെ ഫ്രണ്ടിൽ UHD ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കായിരിക്കും. ബ്രേക്സിൻ്റെ ഭാഗത്തുനിന്ന് ഡുവൽ സ്റ്റാൻഡ് ലേബിൾസ് ഉണ്ടാവും. സ്ലിപ്പർ ക്ലച്ചും അവൈലബിൾ ആയിരിക്കും. പിന്നെ ബജാജ് ഇതുവരെ കൊടുക്കാത്ത ട്രാക്ഷൻ കൺട്രോളും റൈഡിംഗ് മോഡ്സൊക്കെ ഈ ഒരു NS 400 വരാനുള്ളൊരു സാധ്യതയുണ്ട്. എന്തായാലും നമ്മൾ NS 400 നമ്മളെ ഡൊമിനറിനെക്കാട്ടി പ്രൈസ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് 2,30,000 രൂപയാണ് എക്സ്-ഷോറൂം പ്രൈസ്. എന്തായാലും പുതിയ NS 400 ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മെയ് ടു ജൂണിലാണ്. നമ്മുടെ വീഡിയോയിലെ ലാസ്റ്റ് ബൈക്ക് 11ാമത്തെ ബൈക്ക് എൻഫീൽഡിൻ്റെ ബൈക്കാണ്. എൻഫീൽഡിൻ്റെ റോഡ് സ്റ്റാർ 450 ആണ്. എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് 100% കൺഫേംഡ് ആയിട്ട് വരാൻ പോകുന്നൊരു ബൈക്കാണ് റോഡ് സ്റ്റാർ 450. ഈ ഒരു ബൈക്കിൻ്റെ പേര് ഇപ്പോൾ റോഡ് സ്റ്റാർ 450 ആണെന്നുള്ള കാര്യമൊന്നും കൺഫേംഡ് അല്ല. പല വെബ്സൈറ്റും 100-450 എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഇതൊരു പക്ക റോഡ് സ്റ്റാർ ടൈപ്പിൽ വരുന്ന സെഗ്മെൻറ്റിൽ വരുന്ന ഒരു മോഡൽ തന്നെയാണ്. ഈ ഒരു ബൈക്കിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ലീക്ക് ആയിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്യാം. എഞ്ചിനൊക്കെ നോക്കുവാണെങ്കിൽ നമ്മൾ ഹിമാലയൻ 450ൽ കണ്ടിട്ടുള്ള അതേ ഒരു എഞ്ചിനാണ്. ഒരു 452cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് ലിക്വിഡ് കൂൾ ആയിട്ടുള്ളൊരു എഞ്ചിനാണ്. 40 bhp പവറും 40 Nm ടോർക്കുമാണ് എക്സ്പെക്ട് ചെയ്യുന്നൊരു പവറും ടോർക്കും.
പിന്നെ ഫ്രണ്ടിൽ UHD ഫോർക്കും ബാക്കിൽ അഡ്ജസ്റ്റബിൾ മോണോ ഷോക്കാണ്. ബ്രേക്സിൻ്റെ ഭാഗത്തുനിന്ന് ഡുവൽ ചാനൽ ABS ഉണ്ടാവും. പിന്നെ ഫ്രണ്ടിൽ LED ഹെഡ്ലൈറ്റ് വരുന്നുണ്ട്. ബാക്കിലെ ടെയിൽ സെക്ഷനൊക്കെ LED ആണ്. ബാക്കിലെ ടെയിൽ സെക്ഷൻ ഇൻ്റഗ്രേറ്റഡ് ആണ്, നമ്മുടെ ഹിമാലയൻ്റെ പോലെ തന്നെ. എന്തായാലും ഈ ഒരു റോഡ്സ്റ്റർ 415 കൺഫേംഡ് ആയിട്ടുള്ള ബൈക്കാണ്. പക്ഷേ ഈ ഒരു വർഷം വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. നിലവിൽ ലോഞ്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു വർഷം തന്നെയാണ് കാണിക്കുന്നത്. പക്ഷേ ഒരുപാട് ബൈക്ക് എൻഫീൽഡിൻ്റെ ഭാഗത്തുനിന്ന് വരാനുണ്ട്. അപ്പം ഈ ഒരു വർഷം എല്ലാ ബൈക്കും ഒപ്പനം വരില്ല. ഒരു പക്ഷേ 2025 മാറാനും ചാൻസ് ഉണ്ട്. ഇത്രയും ബൈക്കും സ്കൂട്ടേഴ്സുമാണ് 2024 വരാനുള്ളത്. ഇതിൽ കുറച്ച് ബൈക്കൊക്കെ ലോഞ്ച് മാറിപ്പോവാനും ചാൻസ് ഉണ്ട്. ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരുടെയൊക്കെ യൂട്യൂബ് തന്നെ ഇത് റെക്കമെൻഡ് ചെയ്യും.